നിർമ്മൽ എബ്രഹാം, ഇവിടെ ഇപ്പോൾ അവിടെ നിന്ന് അപമാനിതനായാണ് സെലൻസ്കി പുറത്തേക്ക് വന്നത്. അതിനുശേഷം യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാർ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നതും ആ ഓരോ പിന്തുണയ്ക്കും പ്രത്യേകം എക്സിലൂടെ അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ അതിനുമൊക്കെ ശേഷം ഈ അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള സെലൻസ്കിയുടെ ട്വീറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. യുക്രൈനെ സംബന്ധിച്ച് അമേരിക്കൻ പിന്തുണയില്ലാതെ മുന്നോട്ട് പോവുക യുദ്ധമുഖത്ത് സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒന്നായി സെലൻസ്കിക്ക് പിന്തുണയർപ്പിച്ച് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അമേരിക്കൻ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് യുദ്ധമേറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക, യുക്രൈന് പിന്തുണയ്ക്കുക എന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും സാധ്യമാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമേരിക്ക ഒറ്റയ്ക്ക് കൊടുക്കുന്ന മിലിറ്ററി എയ്ഡും ഫൈനാൻഷ്യൽ എയ്ഡുമാണ് യൂറോപ്പ് മൊത്തത്തിൽ യുക്രൈന് കൊടുക്കുന്നത്. അതായത് അമേരിക്ക പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി ഹെൽപ്പും പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി നമ്മൾ കണ്ടു പല റെസൊല്യൂഷൻസും. ഇപ്പൊ 2022 മുതൽ വാർ തുടങ്ങുന്ന സമയം മുതൽ ബൈഡൻ ഇറങ്ങുന്ന സമയം വരെയുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻസിലൊക്കെ റഷ്യ മാത്രമാണ് വീറ്റോ ചെയ്തിരുന്നെങ്കിൽ അമേരിക്ക ഇപ്പൊ കഴിഞ്ഞ ദിവസം ജനറൽ കൗൺസിലൊക്കെ അമേരിക്ക റഷ്യക്ക് അനുകൂലമായിട്ടാണ് ചെയ്തത്. സോ അങ്ങനെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ട്രംപ് പുടിനുമായിട്ട് സൈഡ് ചെയ്യുന്ന ഒരു വശത്ത് ആ സമയത്ത് ട്രംപിനെ ഒരു എനിമി ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക ഒരു എനിമി ആക്കിക്കൊണ്ട് യുക്രൈനിൽ മുന്നേറുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. യൂറോപ്പിൽ പ്രത്യേകിച്ച് UK ഒക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. കാരണം സ്റ്റാമറൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. അവിടെ ഒരു എക്കണോമിക് ക്രൈസിസിലേക്ക് ചെറിയ രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ യുക്രൈനിന് ഇപ്പോഴും അവർ ഈട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ ജനങ്ങളിൽ ഒരു 50-55% ജനങ്ങളും താല്പര്യപ്പെടുന്നില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ എലക്ഷൻ വെക്കുക. ഇപ്പൊ ട്രംപ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ഡിക്റ്റേറ്റർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ വന്നു. അത് അദ്ദേഹം ചെയ്തത് മണ്ടത്തരമാണ്. ഡിക്റ്റേറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ വിളിക്കാൻ അദ്ദേഹം ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മാർച്ചിലാണ് സെലൻസ്കി അവിടെ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത്. 2024 മാർച്ചിൽ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ മാർഷ്യൽ ലോ ആയതുകൊണ്ട് അത് ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ആയി നിൽക്കുകയാണ് താൽക്കാലം. അല്ലെങ്കിൽ വാർ തീരുന്നവരെ അദ്ദേഹത്തിന് തുടരാം. പക്ഷേ ഒരു എലക്ഷൻ വെച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. അതാണ് അടുത്ത ചോദ്യം. എലക്ഷൻ വെച്ചാൽ വരാൻ പോകുന്നത് ഇപ്പൊ നിലവിലെ പോൾസ് അനുസരിച്ച് സെലൻസ്കിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, സല്യൂഷനി എന്ന് പറയും. അവിടുത്തെ പഴയ കമാൻഡർ ഇൻ ചീഫ് ആണ്. ഇപ്പൊ UK യുക്രൈനിയൻ അംബാസിഡർ ആണ്. അദ്ദേഹമാണ് ഇപ്പൊ സെലൻസ്കിയെക്കാളും പോൾസിൽ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹവും സെലൻസ്കിയേക്കാൾ ആന്റി റഷ്യ വികാരമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറയാൻ കാര്യം 2023 അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വാറിൽ നമ്മൾ ചെറുപ്പക്കാരെ കുറെ കൂടെ എടുക്കണം. കമ്പൽസറി മിലിറ്ററി സർവീസ് യുക്രൈനിലുണ്ട്. ആ കമ്പൽസറി മിലിറ്ററി സർവീസിന്റെ പ്രായം കുറച്ച് 17-18 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ട് 5 ലക്ഷം പേരെ കൂടെ നമുക്ക് കിട്ടും. അവരെയൊക്കെ ഇറക്കി നമുക്ക് റഷ്യയെ തകർക്കണം എന്ന് പറഞ്ഞ ആളാണ് സല്യൂഷനി. അപ്പൊ ആ സല്യൂഷനി വന്നാലും ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഏക ആശ്രയം അമേരിക്കയുമായിട്ട് ചേർന്ന് ഒരു പീസ് ഡീലിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താണെന്നറിയാം. ഈ രണ്ടു കൂട്ടരും ഇപ്പം ഡിപ്ലോമസിയുടെ കേസ് ഞാൻ പറഞ്ഞു, ട്രംപിനും ഡിപ്ലോമസി ഇല്ല, സെലൻസ്കിക്കും ഡിപ്ലോമസി ഇല്ല. നെഗോഷിയേഷന്റെ കേസ് വരുമ്പോൾ രണ്ടുപേരും മാക്സിമലിസ്റ്റുകളാണ്. അതായത് എനിക്ക് ഇത്രയും വേണം, നിങ്ങൾ ഇത്ര എടുത്താൽ മതി എന്നാണ് ട്രംപ് പറയുന്നത്. സെലൻസ്കി അത് തന്നെ. കാരണം സെലൻസ്കി വാദിക്കുന്നത് എന്താ, എനിക്ക് ഈ വാർ അവസാനിക്കണമെങ്കിൽ 2014 ക്രൈമിയ ഏറ്റെടുത്ത സമയം മുതൽ അതിന് പുറകോട്ടുള്ള സമയം മുതലുള്ള ടെറിട്ടറി എനിക്ക് തിരിച്ചു വേണം, എനിക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പറ്റണം, എനിക്ക് നേറ്റോയിൽ ചേരാൻ പറ്റണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് സെലൻസ്കി പറയുന്നത്. ട്രംപ് ആകട്ടെ അല്ലെങ്കിൽ പുടിൻ ആകട്ടെ ഇതിന് ഒരിക്കലും തയ്യാറാകില്ലെന്ന് സെലൻസ്കിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അതുകൊണ്ട് ഇപ്പോ നിലവിൽ വെച്ചിരിക്കുന്ന ഒരു പീസ് ഡീലിൽ കഴിഞ്ഞ 10 ദിവസത്തെ കോൺവെർസേഷനിൽ യുക്രൈൻ അനുകൂലമായിട്ട് സംസാരിച്ചിരുന്നു. അതായത് അമേരിക്കയുമായിട്ട് പീസ് ഡീലിലേക്ക് പോവുക, ആ പീസ് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ ഒരു പബ്ലിക് മീറ്റിംഗ് തന്നെ വെച്ചു. പക്ഷെ അവിടെ വെച്ച് ഉഴപ്പിക്കളഞ്ഞത് യുക്രൈന് തീർച്ചയായിട്ടും ദോഷം ചെയ്യും. പക്ഷെ ട്രംപ് വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. സാധാരണ ട്രംപ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വാതിൽ അടച്ചിട്ട് ഇനി ഇങ്ങോട്ട് വരികയെ വേണ്ടെന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണോ യുക്രൈന് സമാധാനം വേണ്ടിയത് അന്ന് സെലൻസ്കി തിരിച്ചു വരട്ടെ, ഞാൻ സ്വീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമാണ് ഈ മീറ്റിംഗിന്റെ ഒരു ബ്രൈറ്റ് സൈഡ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സെലൻസ്കി ചർച്ചയ്ക്ക് വരട്ടെ എന്ന് പറയുന്നു. അമേരിക്ക ഇടപെട്ടാൽ സമാധാന ശ്രമങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് തോന്നുന്നതും എന്നും ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ നോക്കൂ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട്, അതാണല്ലോ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഇടപെടൽ, അവിടെ നിന്നായിരുന്നു ഏറ്റവും മോശമായ നിലയിലേക്ക് ആ കോൺവെർസേഷൻസ് പോയത്. ആ വിഷയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് സെലൻസ്കി ഇട്ട എക്സിലെ മെസ്സേജാണ് നമുക്ക് മുന്നിൽ അവസാനമുള്ളത്. അത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മയപ്പെടലായി വേണമോ നമ്മൾക്ക് മനസ്സിലാക്കാൻ? അതൊരു ശുഭസൂചനയാണോ?
ശ്രീ നിർമ്മൽ? ശുഭസൂചനയായിട്ട് ഞാൻ കാണുന്നില്ല. അതിനെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു അപ്രോപ്രിയേഷൻ ആയിട്ട് കാണാം. അതായത് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് അവരെല്ലാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്കെല്ലാം നന്ദി പറഞ്ഞു. പക്ഷെ ഇത്രയും കാലം കിട്ടുന്ന ഫൈനാൻഷ്യൽ എയ്ഡിന്റെയും മിലിറ്ററി എയ്ഡിന്റെ 50% കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് നന്ദിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു ആർഗ്യുമെന്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് വേണം പറയാം. കാരണം ഇത്രയും നാളായിട്ട് ഇപ്പൊ 3 വർഷം എന്തൊക്കെ പറഞ്ഞാലും ട്രംപിനെ കുറ്റം പറയുന്ന ഒരു വശത്ത്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ 3 വർഷം ജോ ബൈഡനും കമല ഹാരിസും ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഇതൊന്ന് അവസാനിപ്പിക്കാനായിട്ട് ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഒരു പീസ് ഡീലിലേക്ക് റഷ്യയുമായിട്ട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാനോ പോലും അവർ ശ്രമിച്ചിട്ടില്ല. 3 വർഷം വാർ പൊക്കോണ്ടിരുന്നു. ആ സമയത്ത് മുഴുവൻ ഇവർക്ക് കടം കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ പൊതുകടം കൂടിക്കൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ ഒരു പീസ് ഡീലിനെ ശ്രമിച്ച പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞാലും ട്രംപാണ്. രണ്ടാമത്തെ കാര്യം, ട്രംപ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഈ പീസ് ഡീലിലേക്ക് ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങൾ തിരിച്ചു നോക്കിയാൽ ജോർജിയ റഷ്യ എടുക്കാൻ നോക്കിയത് ഒബാമയുടെ സമയത്താണ്, ക്രൈമിയ എടുക്കാൻ നോക്കിയത് ഒബാമയുടെ സമയത്താണ്, യുക്രൈൻ മൊത്തത്തിൽ എടുക്കാൻ നോക്കിയത് ബൈഡന്റെ സമയത്താണ്. ഞാൻ ഉണ്ടെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീസ് ഡീലിന് ഒരു ഗ്രീൻ ഫ്ലാഗ് സെലൻസ്കി കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ട്രംപ് അതിന് സഹായിക്കാൻ തീർച്ചയായിട്ടും മനസ്സ് കാണിച്ചേനെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആസ് ഓഫ് നൗ പറയുകയാണെന്നുണ്ടെങ്കിൽ യുക്രൈന്റെ സെലൻസ്കി കാണിച്ചത് മണ്ടത്തരമാണ്. അവിടെ കിട്ടിയ ആദ്യ അവസരത്തിൽ ഓവൽ ഓഫീസിൽ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് പറയാമായിരുന്നു 2018 മുതൽ ഞങ്ങളെ സഹായിച്ച